അനുദിന വിശുദ്ധർ ജൂൺ 13 പാതുവായിലെ വിശുദ്ധ ആന്റണി. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ 1195 ആന്റണി ജനിച്ചു. 15 വയസ്സുള്ളപ്പോൾ അഗസ്റ്റീനിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആന്റണി ഏതാനും വർഷങ്ങൾ താമസിച്ചു പഠിച്ചു. 25-ാം വയസ്സിൽ ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആന്റണി ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ നിന്നും സ്വദേശത്തേക്ക് പോകുവാൻ വേണ്ടി കപ്പൽ കയറിയ ആന്റണി കൊടുങ്കാറ്റ് മൂലം ഇറ്റലിയിലാണ് എത്തിപ്പെട്ടത്. 9 മാസം അവിടുത്തെ ആശ്രമത്തിൽ താമസിച്ച അദ്ദേഹം ആശ്രമത്തിലെ എളിയ ജോലികൾ ചെയ്തു പോന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകൃഷ്ടനായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കാൻ ആന്റണിയെ നിയോഗിച്ചു. അദ്ദേഹം ഇറ്റലിയിലെ കടൽ തീരങ്ങളിലും തെരുവീഥികളിലും നടന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. വമ്പിച്ച ജനാവലി ഏറെ ശ്രദ്ധയോടെയാണ് ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചത്. ഒരു ദിവസം പ്രസംഗം കേൾക്കാൻ ആരും വരാതിരുന്നപ്പോൾ കടലിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ മീനുകൾ നിരനിരയായി എത്തി. ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയ കുടുംബനാഥൻ പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ വിശുദ്ധന്റെ കൈകളിൽ കൊടുക്കുന്നതാണ് കണ്ടത്. ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പിറ്റേ വർഷം അദ്ദേഹത്തിന്റെ നാമകരണം റോമിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനേ മുഴങ്ങി. ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നപ്പോൾ ആന്റണിയുടെ നാവ് അഴുകാതെ കാണപ്പെട്ടു. 12-ാം പിയൂസ് പാപ്പ അദ്ദേഹത്തെ വേദപരാംഗതൻ എന്ന് പ്രഖ്യാപിച്ചു.